ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വലിയ ചേരുവകളൊന്നും ചേർക്കാതെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് നോർമലിൽ നാടൻ രീതിയിൽ എങ്ങനെ പോത്തുകറി ഉണ്ടാക്കാം. എന്നാൽ നമുക്ക് സമയം കളയേണ്ട നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. അങ്ങനെ കാലത്ത് തന്നെ ഞാൻ മാർക്കറ്റിൽ പോയി പോത്തിറച്ചിയൊക്കെ മേടിച്ചു. 1 കിലോ പോത്താണ് നമ്മൾ കറി വെക്കാനൊക്കെ കൊണ്ട് മേടിച്ചേക്കുന്നത്. കടയിൽ വെച്ചാണെങ്കിൽ അവർ കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്ത് തന്നത്. അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒന്നുകൂടെ ചെറുതാക്കി അതിനുശേഷം നല്ലപോലെ കഴുകിയെടുത്ത് 4-5 തവണ വെള്ളത്തിൽ കഴുകിയെടുത്തു. ചിലരാണെങ്കിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇറച്ചിയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഏതിറച്ചി മേടിച്ചാലും 2 ഇടി കൂടുതൽ കഴുകില്ല, കഴുകിക്കഴിഞ്ഞാൽ എൻ്റെ ഗുണമൊക്കെ പോകുന്നതാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. എനിക്ക് കറക്റ്റായിട്ടുള്ള എനിക്കറിയത്തില്ല. എന്തായാലും നമ്മൾ 4-5 ഇടി കഴുകിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കഴുകിയ ഇറച്ചിയെല്ലാം വേറൊരു പാത്രത്തിലോട്ട് മാറ്റി അതിനുശേഷം നമ്മളിനി കുക്കറിലാണ് വേവിക്കുന്നത്. അങ്ങനെ തന്നെ നമ്മൾ ഇറച്ചിയൊക്കെ കുക്കറിൻ്റെ അകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്തിട്ട പൊടി ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറച്ചി മസാല 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ശകല ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതല്ലാതെ വേറൊരു പൊടി ഐറ്റംസ് ഇട്ടിട്ടില്ല. ഇനി നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം. ഇനി എന്തായാലും നമുക്ക് അത് അടുപ്പത്തോട്ട് വെക്കാം. അത് അവിടെ ഇരുന്ന് വേവട്ടെ. നമുക്കിനി ബാക്കി പരിപാടി നോക്കാം. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഇറച്ചിക്ക് വേണ്ടുന്ന ബാക്കി ഐറ്റംസ് നമ്മൾ വഴറ്റിയെടുക്കുക എന്നുള്ളതാണ്. അന്നേരം തന്നെ നമ്മൾ അതിന് വേണ്ടുന്ന പാത്രം അടുപ്പത്ത് വെച്ചു. അതിനുശേഷം നമ്മൾ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ കടുക് പൊട്ടിച്ചു. അതുപോലെ തന്നെ 2 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം കരിവേപ്പില ഇട്ടു. അതിനുശേഷം തന്നെ നമുക്കിനി ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെറുള്ളിയും കൂടി ഇടാം. ഞാനാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് 1/4 കിലോ ചെറുള്ളി എടുത്തിട്ടുണ്ട്. സവാള ഇടുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ചെറുള്ളി ഇടുന്നതാണ്. നമുക്ക് ടേസ്റ്റ് കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. ഇനി നമുക്ക് കുറച്ച് നേരം ചെറുള്ളി വഴറ്റാം. ചെറുള്ളി കുറച്ച് നേരം വഴറ്റിയതിനു ശേഷം നമ്മൾ തേങ്ങാക്കൊത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് എന്ന് പറയുമ്പോൾ അരമുറി തേങ്ങയുടെ പകുതി നമ്മൾ എടുത്തിട്ടുള്ളൂ. അന്നേരം ആ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് കുറച്ച് നേരം ഒന്ന് വഴറ്റാം. അതിനുശേഷം തന്നെ നമ്മൾ പച്ചമുളക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പച്ചമുളക് പറയുമ്പോൾ 3-4 പച്ചമുളക് എടുത്തു കേട്ടോ. ചെറിയ പച്ചമുളക് വലുതാണല്ലോ. 4 പച്ചമുളക് ഇട്ടാൽ ഏറ്റവും ബെറ്ററാണ്. നമ്മളന്നേരം അതുകൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇനി കുറച്ച് നേരം നല്ലപോലെ ഒന്ന് വഴറ്റാം. അന്നേരം തന്നെ നമ്മുടെ ഐറ്റംസ് എല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് അങ്ങോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിനി മുളക് പൊടി ഐറ്റംസ് ചൂടാക്കി എടുക്കണം. നമുക്ക് ആ പരിപാടിയിലോട്ട് പോകാം. അതുപോലെ തന്നെ നമ്മൾ പൊടി ഐറ്റംസ് ഒക്കെ ഇടുന്നത് നല്ലപോലെ ചൂടാക്കി മൂപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ പൊടി ഐറ്റംസ് ഇടുന്നത്. ഈ പൊടി ഐറ്റംസ് ഒക്കെ പച്ചയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പച്ചച്ചൊവയൊക്കെ കാണാം. നമ്മൾ മൂപ്പിച്ചിട്ട് കഴിഞ്ഞാൽ ആ ചൊവയെ മാറും. അതുപോലെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റും കിട്ടും. ഇനി നമുക്ക് എന്തൊക്കെ പൊടി ഐറ്റംസ് വേണമെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് മുളക് പൊടി നോക്കാം. 4 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിപ്പൊടി 2.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മീറ്റ് മസാല ഇടണം. ആദ്യമേ തന്നെ നമ്മൾ കുക്കറി വെക്കാൻ നേരത്ത് 1 സ്പൂൺ മീറ്റ് മസാല ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 1 സ്പൂൺ മീറ്റ് മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. നമ്മളിപ്പം പോത്തുകറിക്ക് വേണ്ടിയിട്ട് ഈ ഒരു 3 പൊടി ഐറ്റംസ് അല്ല, വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇനി ഒരു പൊടിയും കൂടെ ചേർക്കും. അത് നമ്മൾ ഇടാൻ നേരത്ത് പറയാം. നേരം നീണ്ട നമ്മുടെ പൊടി ഐറ്റംസ് ഒക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറി വേവിച്ച ഇറച്ചി നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. ഇവിടെ ആണെങ്കിൽ 4 വിസിൽ അടിച്ചപ്പോഴത്തേക്കിന് ഇറച്ചി നല്ലപോലെ വെന്തിട്ടുണ്ട്. ഓരോരോ കുക്കറിൻ്റെ അനുസരിച്ചിരിക്കും ഓരോ വിസിലടിയും. അന്നേരം അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വഴറ്റിയ ചെറുള്ളിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ച് ഇറച്ചി ഇടുക. അതിനുശേഷം നമ്മൾ അത് നല്ലപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അങ്ങനെ തന്നെ നമ്മൾ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ചെറുള്ളിയും ഇറച്ചിയും എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആക്കി. അതിനുശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പൊടി ഐറ്റംസ് ഉണ്ടല്ലോ, അന്നേരം ആ പൊടി ഐറ്റംസ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇടുക. അതിനുശേഷം നമ്മൾ നല്ലപോലെ നമ്മൾ ഇളക്കണം കേട്ടോ. ഇറച്ചിയിലും അതുപോലെ തന്നെ ചെറുള്ളിയിലും എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആകത്തക്ക രീതിയിൽ നല്ല രീതിക്ക് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുക. അങ്ങനെ വേണ്ട ഞാൻ എല്ലാം കൂടെ നല്ല രീതിക്ക് മിക്സ് ആക്കിയിട്ടുണ്ട്. നമ്മൾ വേണ്ട നല്ല രീതിക്ക് മിക്സ് ആക്കി കഴിയുമ്പോൾ വേണ്ട നമുക്ക് ഈ ഒരു കളർ കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമ്മളിനി വെള്ളം ഒഴിക്കുകയാണ്. ഞാനാണെങ്കിൽ ആദ്യമേ നമ്മൾ കുക്കറി ഇറച്ചി വെച്ചപ്പോൾ ഞാൻ ശകലം പോലും വെള്ളം ഒഴിച്ചില്ല. വെള്ളം ഒഴിക്കാഞ്ഞത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഇറച്ചിയിൽ നിന്ന് തന്നെ കിട്ടും. അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കാഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ 1.5 കോപ്പ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറച്ചിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനെ കൊണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലർക്കാണെങ്കിൽ ഇറച്ചി വെക്കുമ്പോൾ നല്ലപോലെ ഗ്രേവി വേണമായിരിക്കും. ചിലർക്കാണെങ്കിൽ അധികം ഗ്രേവി താല്പര്യം കാണത്തില്ല. എനിക്കാണെങ്കിൽ കുറച്ച് ഗ്രേവി താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഏറെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. കുറച്ച് നേരം ഇതിന് തിളച്ച് കഴിഞ്ഞാൽ 1-2 ചേരുവ കൂടെ ചേർക്കാനുണ്ട് നമുക്ക്. അങ്ങനെ നീണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ഇറച്ചി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1-2 ചേരുവയും കൂടെ നമുക്ക് ചേർക്കാനുണ്ട്. അതെന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ഒരു ഫുള്ള് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കഷ്ണം ഇഞ്ചി, ഒരു അല്ലിയല്ല ഒരു ഫുള്ള് വെളുത്തുള്ളി, അതുപോലെ തന്നെ 1 കഷ്ണം ഇഞ്ചി എടുത്ത് അത് നമ്മൾ ഒന്നെങ്കിൽ അരകല്ലിൽ വെച്ച് നമ്മൾ ചതയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒന്നെങ്കിൽ മിക്സി വെച്ച് ചതയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇടുക. അതിനുശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ വേണ്ട അത് നല്ലപോലെ ഇളക്കി കൊടുത്തു. അതിനുശേഷം ഉപ്പുണ്ടോ ഇല്ലയോ എന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേന് ഉപ്പ് ലേശം കുറവാണ്. അങ്ങനെ വേണ്ട കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. ഉപ്പ് നമ്മൾ നമ്മുടെ ആവശ്യാനുസരണം ഉപ്പിടുക. എനിക്കാണെങ്കിൽ ഒത്തിരി ഉപ്പ് വേണ്ട, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ വേണ്ട ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് ഇനി കുറച്ച് നേരം ഒന്നുകൂടെ ഒന്ന് തിളക്കട്ടെ. ഇനി നമുക്ക് അവസാനമായിട്ട് ഒരു പൊടി ഐറ്റംസ് ഇടാനുണ്ട്. വേറൊന്നുമല്ല, കുരുമുളക് പൊടിയാണ്. നമ്മൾ ഫ്രൈ ആക്കുകയാണെങ്കിലും കറി വെക്കുകയാണെങ്കിലും കുരുമുളക് ഇടുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നമുക്ക് നല്ല മണവും കിട്ടും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കിട്ടും. ഞാനാണെങ്കിൽ 2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവ് വേണ്ടവർക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ ഇടാം, എരിവ് കുറവ് വേണ്ടവർക്ക് അതിൽ കുറച്ച് വേണമെങ്കിൽ ഇടാം. അതിനുശേഷം 3 തണ്ട് കറിവേപ്പില, ഫ്രഷ് ആയിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് നല്ല മണവും നല്ല ടേസ്റ്റും കിട്ടും. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം.
അപ്പം ഗെയ്സ് നമ്മുടെ നാടൻ പോത്തുകറി എന്തായെന്ന് നമുക്ക് നോക്കാം. അന്നേരം വേണ്ട നമ്മുടെ പോത്തുകറി നല്ല രീതിക്ക് നല്ല വെന്ത് നല്ല തിളക്കയുണ്ടല്ലേ, നല്ല സെറ്റായിട്ട് കിടക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എക്സ്ട്രാ ഐറ്റംസ് ഒന്നും വേണ്ട. നമ്മളെല്ലാവരെയും കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള നോർമൽ ഐറ്റംസ് തന്നെ വെച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നാടൻ പോത്തുകറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. നമ്മൾ ആ ചൂട് ചോറിൻ്റെ അകത്തോട്ട് ആ തിളച്ച് മറിഞ്ഞ് കിടക്കുന്ന പാത്രത്തിൽ നിന്ന് ഇറച്ചിയും ചാറും എല്ലാം കൂടെ അങ്ങോട്ട് കോരിയിട്ട് അങ്ങോട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന രുചിയുണ്ടല്ലോ, ഇതിൻ്റെ പൊന്നു മച്ചാനെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഇറച്ചി മാത്രമല്ല, മത്തേലത്തോരനും അതുപോലെ തന്നെ മോരുകറിയുണ്ട്. അന്നേരം എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു പിടിയും കൊണ്ട് പിടിച്ചു. അന്നേരം നിങ്ങൾ എല്ലാവരും ഈ രീതിക്കൊന്ന് നാടൻ പോത്തുകറി എന്ന് വെച്ച് നോക്കിയാൽ നല്ല വെറൈറ്റി ആയിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും, എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് കഴിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്ന അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.